ശബത്തും മനുഷ്യനും എന്ന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. ക്രിസ്ത്യാനികൾ ഇതിന് ശബത്ത് നാൾ എന്ന് പറഞ്ഞു. ശബത്ത് യഥാർത്ഥത്തിൽ യഹൂദന്മാരുടെ ആശയമാണ്. ക്രിസ്തുമതത്തിന് യഹൂദ പശ്ചാത്തലമുള്ളത് കൊണ്ട് ശബത്ത് എന്ന ആശയം യേശുവിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരികയും അത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ചുവ ആർജിച്ചത് കൊണ്ട് കോൺസ്റ്റാന്റൈൻ ചക്രവർത്തി സൂര്യഭഗവാനെ ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് അതും കൂടെ ഇതിലിടം പിടിച്ചിട്ടാണ് സൺഡേ, അതായത് സൂര്യൻ്റെ ദിനം. അതും യേശുവിൻ്റെ മാർഗവുമായി പ്രത്യക്ഷമായ ഒരു ബന്ധമില്ല എന്ന് നമുക്കറിയാം. എങ്കിലും പരമ്പരാഗതമായി ഇത് ആചരിച്ചു വന്നതുകൊണ്ട് ഇതിലെന്തെങ്കിലും പൊരുത്തക്കേടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയുവാൻ സാധ്യമല്ലാതെ പോയി. അതിൽ തന്നെ ഒരു വലിയ പ്രശ്നമായി ഞാൻ കാണുന്നില്ല. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ ശ്രദ്ധേയമായ ഒരു പ്രശ്നമുണ്ട്. അതിനെപ്പറ്റി ബോധവാന്മാരാകുന്നത് നല്ലതാണ്, ആവശ്യമാണ് എന്നതുകൊണ്ടാണ് അതിലേക്ക് വഴിയൊരുക്കുന്നതിന് ചില ലളിതമായ ചിന്തകൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നു. അതിൻ്റെ ആരംഭം എന്നോണം ഇത് ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിനെ മാത്രം ആശ്രയിച്ച് പങ്കിടുന്ന ചിന്തകളാണ് എന്ന സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതിന് മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് 28-ാം വാക്യത്തിൽ യേശു പറയുന്ന വിപ്ലവാത്മകമായൊരു പ്രസ്താവനയാണ്. അതെന്താണ്? മനുഷ്യൻ ശബത്തിന് വേണ്ടിയല്ല, ശബത്ത് മനുഷ്യന് വേണ്ടിയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. Man is not made for Sabbath. Sabbath is made for man. യഹൂദന്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഇതിനേക്കാൾ അപകടം നിറഞ്ഞ നിഷേധാത്മകമായ അട്ടിമറിക്ക് മാത്രം വഴിയൊരുക്കാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവന ഊഹിക്കാൻ സാധ്യമല്ല. യഹൂദനറിഞ്ഞ മത ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അടിവാരം തോണ്ടുന്ന ഒരു പ്രസ്താവനയാണ് ഇത് എന്ന് പലപ്പോഴും ആളുകൾ തിരിച്ചറിയുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്രകാരമുള്ള വളരെ പ്രകോപനാത്മകമായ ഒരു പ്രസ്താവന നടത്തുവാൻ യേശു നിർബന്ധിതനായി തീർന്നത് എന്തുകൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കും. അതിനുവേണ്ടി നമുക്ക് നൊടി നേരത്തേക്ക് പഴയ നിയമത്തിലേക്ക് ഒന്ന് തിരിച്ചു ചെല്ലാം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങളിലാണ് ശബത്തിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ 10 കൽപ്പനകളുടെ ഭാഗമായി. അവിടെ നാം അല്പം ശ്രദ്ധിച്ചു വായിക്കുമെങ്കിൽ ശബത്തിനെ ശുദ്ധീകരിക്കാൻ ഓർക്കണമെന്നാണ് കൽപ്പന. കൽപ്പന എന്താണ്? വളരെ ശ്രദ്ധിക്കണം. ശബത്തിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക എന്നാണ് കൽപ്പന. ഇംഗ്ലീഷിൽ അതിന് റിമെമ്പർ ടു ഓണർ ദ സാബത്ത് എന്നാണ്. ശബത്തിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക, അതാണ് കൽപ്പന. പക്ഷെ നമ്മുടെ കാലത്ത് വന്നപ്പോൾ അതെന്തായി? ശബത്തിനെ ശുദ്ധീകരിക്കുക എന്ന ആശയം 100% തിരോധാനം ചെയ്തു, ഇല്ലാതെയായി. ശബത്തിനെ ആചരിക്കുക എന്ന 10 കൽപ്പനയിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, ആത്മീകമായ ഒരർത്ഥവുമില്ലാത്ത, എന്നാൽ മതപരമായി വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു മുക്കുവണ്ണം പോലെയുള്ള ആശയത്തിലേക്ക് അത് അധപ്പതിച്ചു പോയി, അല്ലെങ്കിൽ അതിനെ അധപ്പതിപ്പിച്ചു. ഇത് തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് പ്രകടമല്ല എങ്കിലും രാവും പകലും പോലെയും അല്ലെങ്കിൽ
സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഉണ്ട്. ശബത്തിനെ ശുദ്ധീകരിക്കുന്നതും ശബത്തിനെ ആചരിക്കുന്നതും ഒന്നല്ല. അതിൻ്റെ ഉള്ളടക്കം തുലവും വ്യത്യാസമാണ് എന്ന് തിരിച്ചറിയുവാൻ അത്ര ക്ലേശിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഇത്ര പ്രകടമായ ഒരു സത്യം പോലും തിരിച്ചറിയാൻ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്കും കഴിയാത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മമായ തിരിച്ചറിവ് ഉണ്ടാകത്തക്കവണ്ണമുള്ള ഒരു താല്പര്യമോ ശ്രദ്ധയോ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. തന്നെയുമല്ല, ക്രിസ്ത്യാനികൾക്ക് പൊതുവായ അന്വേഷണ ബുദ്ധിയില്ല, ആത്മീയമായ അന്വേഷണ ബുദ്ധിയില്ല. ആരുടെയെങ്കിലും വായിൽ നിന്ന് വരുന്നത് മാത്രം കേട്ട് നിങ്ങൾ അന്വേഷിക്കണം, അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് യേശു പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതൊരിക്കലും കൂട്ടാക്കാതെ മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് മാത്രം കേട്ട് അത് മാത്രമാണ് സത്യമെന്ന് നടിച്ച് അങ്ങനെ ഒരു ഒഴുക്കുമട്ടിൽ പോകുന്ന അവസ്ഥയിലായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രമോദമായ തെറ്റിദ്ധാരണകൾ നമ്മുടെ മത്സരത്തിൽ മുറ്റി നിൽക്കുമ്പോഴും അത് തന്നെയാണ് ആത്യന്തികമായ സത്യമെന്ന് തെറ്റിദ്ധരിച്ച് മനുഷ്യർ അവരുടെ ജീവിതത്തെ പാഴാക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരവസരമായിട്ടെങ്കിലും നിങ്ങൾ ഈ സന്ദർഭത്തെ ഉപയോഗിക്കുമെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. ഇപ്പോൾ വലിയ ഒരു അട്ടിമറി ഇവിടെ നടന്നിരിക്കുന്നു. ഇനി ഈ രണ്ട് സമീപനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതറിഞ്ഞാൽ മാത്രമേ ഇത് യഥാർത്ഥത്തിൽ ഒരു അട്ടിമറി തന്നെ ആയിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. 10 കൽപ്പനകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ശബത്ത് സംബന്ധമായ കൽപ്പന അവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ ആദ്യമായി പറയുന്നത് ശബത്തിനെ ശുദ്ധീകരിക്കാൻ ഓർക്കാം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാൽ ശബത്തിനെ എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത് എന്നവിടെ പറയുന്നുണ്ട്. അതാരും ശ്രദ്ധിക്കാറില്ല. വളരെ വിശദമായി അവിടെ രേഖപ്പെടുത്തിയിട്ടും അത് മനഃപ്പാഠമാക്കിയിട്ടും അതിൻ്റെ അർത്ഥം എന്താണ്, പൊരുളാണ് എന്താണ് എന്നാരും മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല എന്നത് വാസ്തവത്തിൽ ഞെട്ടിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ വളരെ വ്യക്തമായി പറയുന്നത് 6 ദിവസവും നീ നന്നേ അധ്വാനിച്ച് നിന്റെ കടമകളൊക്കെയും വേലകളൊക്കെയും പൂർത്തിയാക്ക, 7-ാം ദിവസം ആരാധിക്കുക എന്നുള്ളതാണ്. 7-ാം ദിവസം ശബത്ത് ആചരിക്കുക, അല്ല ശബത്തിനെ ശുദ്ധീകരിക്കുക എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമായി വളരെ സ്പഷ്ടമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം ശബത്തിനെ ശുദ്ധീകരിക്കുന്നത് ശബത്ത് നാളുകൊണ്ടല്ല പിന്നെയോ, അല്ലെങ്കിൽ ശബത്ത് നാളിലല്ല പിന്നെയോ, ശബത്ത് നാളിന് മുൻപുള്ള 6 ദിവസങ്ങൾ കൊണ്ടാണ് എന്നത് അവിടെ വളരെ സ്പഷ്ടമായി കൃത്യമായി ഒരു വിധത്തിലും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയാത്ത വിധത്തിലും ഒരു വിധത്തിലും തെറ്റിദ്ധരിക്കാൻ മാർജിനില്ലാത്ത വിധത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശബത്ത് നാളിനെ യഥാർത്ഥത്തിൽ ശുദ്ധീകരിക്കാൻ ഒരു വ്യക്തിക്ക്, ഒരു വിശ്വാസിക്ക് ഇടയാകണമെങ്കിൽ ആഴ്ചവട്ടത്തെ 6 ദിവസവും അവൻ എപ്രകാരമാണ് ജീവിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ്. അല്ല, ശബത്ത് നാളിലെ ആരാധന കൊണ്ടല്ല ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുന്നത്. ശബത്ത് നാളിലെ ആരാധന കൊണ്ട് ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ സാധ്യമല്ല. ഇത് വ്യക്തമായി മനസ്സിലാക്കുക. ശബത്ത് നാളിനെ നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിക്കുമെങ്കിൽ അത് ശബത്ത് നാളിലല്ല, ഞായറാഴ്ചയല്ല. യഹൂദന്റെ ശബത്തും ക്രിസ്ത്യാനിയുടെ ശബത്തും തമ്മിൽ ദിവസങ്ങളിൽ വ്യത്യാസമാണ്. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അത് സാധിക്കുന്ന ആഴ്ചവട്ടത്തിലാണ്. അതാണ് എൻ്റെ അർത്ഥം. 6 ദിവസം നന്നേ അധ്വാനിച്ച് നിന്റെ വേലയെല്ലാം തികയ്ക്കുക. 7-ാം ദിവസം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈ 6 ദിവസവും നാം എപ്രകാരമാണ് ജീവിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് മാത്രമേ 7-ാം ദിവസത്തിൻ്റെ ശുദ്ധി ഉണ്ടോ ഇല്ലയോ എന്നും, ഉണ്ടെങ്കിൽ അത് എപ്രകാരമാണ് എന്നും തീരുമാനിക്കപ്പെടുകയുള്ളൂ. നാം ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? 6 ദിവസത്തെയും പൂർണ്ണമായും മറച്ചു പിടിച്ചും കൊണ്ട് ഞായറാഴ്ചയാകുമ്പോൾ നല്ല വെള്ള ചമഞ്ഞ് ദേവാലയങ്ങളിൽ പോവുകയും അല്ലെങ്കിൽ പള്ളിയിൽ പോവുകയും അവിടെ ആരാധനയിൽ പങ്കെടുത്ത് മടങ്ങി വരികയും പിന്നെ അടുത്ത ദിവസം തൊട്ട് ശങ്കരൻ പിന്നേലും തെങ്ങലല്ലെങ്കിൽ പട്ടിയുടെ വാല് വീണ്ടും വളഞ്ഞിരിക്കുന്നു എന്ന വിധത്തിൽ നാം മുൻപോട്ട് പോവുകയാണ്.
ഇതുകൊണ്ടാണ് പുരോഹിതവർഗം 10 കൽപ്പന തിരുത്തി എഴുതിയിട്ട്, മനഃപൂർവ്വം തിരുത്തി എഴുതിയിട്ട്, ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുക എന്ന ആശയത്തിന് പകരം ശബത്ത് നാളിനെ ആചരിക്കുക എന്ന ആശയത്തിലേക്ക് അതിനെ ചുരുക്കി എഴുതിയത് എന്ന് ദയവായി മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാത്തിടത്തോളം കാലം വേണ്ടതുപോലെ ഈ ഒരു കൽപ്പനയെ മാനിക്കുവാൻ നമുക്ക് കഴിയാതെ പോകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു അട്ടിമറി നടക്കുവാൻ ഇടയാതെന്ന് ചോദിച്ചാൽ, ഇവിടെ മനഃശാസ്ത്രമുണ്ട്. നാം മനുഷ്യ മനസ്സിനെ ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിൽ കാണുന്നൊരു വ്യക്തമായ കാര്യം, എല്ലാറ്റിനും ഒരു പോംവഴി കണ്ടുപിടിക്കാൻ മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും വ്യഗ്രത പൂണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഒറിജിനലായിട്ടുള്ള കാര്യമൊന്നും വേണ്ട, അതിന് പകരം എളുപ്പ വഴി വല്ലതും ഉണ്ടോ? നമുക്കറിയാം, ആഭരണമുണ്ട്, മുക്കുപണ്ടവുമുണ്ട്. ആഭരണം വേണ്ട, മുക്കുപണ്ടം മാത്രം മതി എന്ന ഒരു സ്വഭാവമാണ് മനുഷ്യ മനസ്സിൽ എപ്പോഴും പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം പഴയ നിയമത്തിൽ ആദ്യ പുസ്തകത്തിൽ തന്നെ ഉണ്ട് എന്നത് ഈ തരുണത്തിൽ ഞാൻ സൂചിപ്പിക്കട്ടെ, വിശദീകരിക്കുന്നില്ല. 11-ാം അധ്യായത്തിൽ ബാബേൽ ഗോപുരത്തിൻ്റെ കഥ പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉദിക്കുന്നതാണ് ബാബേൽ ഗോപുരം. എന്തിനാണ് ബാബേൽ ഗോപുരം പണിയുന്നത്? ജനത്തിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി. നാം ഭൂമിയുടെ പരപ്പിൽ ചിതറിപ്പോകാതിരിക്കേണ്ടതിന്. അതുവരെ അവർ ചിതറിപ്പോകാതെ കഴിഞ്ഞതാണല്ലോ. എന്നാൽ അന്ന് വരെ ഉണ്ടായിരുന്ന അവരുടെ ഐക്യം ദൈവത്തെ കേന്ദ്രീകരിച്ചുള്ള ഐക്യമായിരുന്നു. ഏക ദൈവത്തെ കേന്ദ്രീകരിച്ചുള്ള ഐക്യം. അതിനപ്പുറമായി അതിനേക്കാൾ മേൽത്തരമേറിയൊരു ഐക്യം ഉണ്ടാകാൻ സാധ്യമല്ല. എന്നിരിക്കെ മനുഷ്യൻ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ആ ഐക്യത്തിന് പകരം അവൻ്റെ കരവിരുത് കൊണ്ട് സൃഷ്ടിക്കുന്ന ഒരു ഗോപുരത്തെ ആശ്രയിച്ച് അവൻ്റെ ഐക്യം നിലനിർത്താം. അപ്പോൾ ഒറിജിനൽ മാറ്റി ഇമിറ്റേഷൻ കൊണ്ടുവെക്കാം. ആഭരണം വേണ്ട, മുക്കുപണ്ടം മതി എന്ന മനുഷ്യൻ്റെ മനസ്സ് അവനോട് കാണിക്കുന്ന വികൃതി ഇതെപ്പോഴും നാം അറിഞ്ഞിരിക്കണം. മതം ഇപ്രകാരമുള്ള മത മുക്കുപണ്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ശബത്തിനെ ശുദ്ധീകരിക്കുക എന്ന ആശയത്തെ വക്രീകരിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥത്തെ, അതിൻ്റെ ചുമതലകളെ, അതിൻ്റെ അച്ചടക്കത്തെ മുഴുവനും മാറ്റിയിട്ട് ശബത്തിനെ ആചരിക്കുക എന്ന ആശയം കൊണ്ടുവച്ചത്. ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ പുരോഹിത കാർമ്മികത്വത്തിൻ്റെ സുപ്രധാനമായ വലിപ്പമാണ് വെളിപ്പെട്ടു വരുന്നത്. ആചാരങ്ങളിൽ ദൈവത്തെ കാണാൻ സാധ്യമല്ല. നമുക്കറിയാം, ഉദയമത്തോട് പരിചയമുള്ള, സുവിശേഷങ്ങളോട് വിദൂര പരിചയമുള്ള എല്ലാവർക്കും ഒന്നുപോലെ അറിയാവുന്ന കാര്യമാണ്. യേശു ആചാരങ്ങൾക്ക് അല്പം പോലും വില കൽപ്പിച്ചിരുന്നില്ല. കാരണം എന്താണ്? ആചാരങ്ങൾ മനുഷ്യനിർമ്മിതമാണ്. അന്വേഷിക്കുന്നതിന് പകരമായിട്ടാണ് മനുഷ്യൻ ആചാരങ്ങളെ കണ്ടുപിടിക്കുന്നതും അതിൻ്റെ സ്ഥാനത്ത് വച്ചിരിക്കുന്നത്. അന്വേഷണം ആഭരണമാണെങ്കിൽ ആചാരങ്ങൾ മുക്കുപണ്ടങ്ങളാണ്. ഇഫ് സീക്കിംഗ് ആൻഡ് ഫൈൻഡിങ് ഈസ് ജ്വല്ലറി, റിലീജിയസ് റിച്വൽസ് ആൻഡ് റൈറ്റ്സ്, customs and traditions are imitation jewelry. ഇതൊന്നും മറ്റതിനോട് സമമാണെന്ന് തോന്നിക്കും. അതാണല്ലോ മുക്കുപണ്ടം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് യേശു മനസ്സിലാക്കി. അതുകൊണ്ടാണ് നിങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അതർഹിക്കാത്ത പ്രാധാന്യം കൊടുക്കരുത്. പല വിധത്തിൽ യേശു ഈ ആശയം അവതരിപ്പിക്കുന്നുണ്ട്. ശബത്ത് മനുഷ്യന് വേണ്ടി ആയിരിക്കണം, മനുഷ്യൻ ശബത്തിന് വേണ്ടി ആകരുത് എന്ന് പറയുന്നത് മാത്രമല്ല, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്?
ആചാരങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നിങ്ങൾ പരിമിതപ്പെടുത്തരുത്. ആചാരങ്ങൾക്ക് നിങ്ങൾ അർഹിക്കാത്ത പ്രാധാന്യം കൊടുക്കരുത്. ആചാരങ്ങളിലല്ല, പിന്നെയോ അന്വേഷണത്തിനാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം കാണാപ്പാടം അറിയാത്ത ആരുമില്ല. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അവിടെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആചാരാനുഷ്ഠാനങ്ങൾ മുറതെറ്റിക്കാതെ ആവർത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. മത്തായി സുവിശേഷത്തിൽ തന്നെ 25-ാം അധ്യായത്തിൽ ചെമ്മരിയാടിൻ്റെയും കോലാടിൻ്റെയും ഉപമ. അവിടെ ആരാണ് നല്ലവരായ വ്യക്തികളായ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാകുന്നത്? ആചാരാനുഷ്ഠാനങ്ങളിൽ മിടുക്ക് കാണിച്ചവരല്ല, പിന്നെയോ അറിയാതെ നന്മ ചെയ്തവരാണ്. അങ്ങനെ ഏതെല്ലാം വിധത്തിൽ ഈ ആശയം അവതരിപ്പിക്കാമോ അതെല്ലാം യേശു അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും അവയൊന്നും കാണുകയും അതിൻ്റെ പൊരുൾ തിരിച്ചറിയാൻ കഴിയാതെ നമ്മുടെ കണ്ണ് അടഞ്ഞു പോയത് ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ തിമിരം കൊണ്ടാണ്. We have been blinded by our subjugation to these rites and rituals. ഇതുകൊണ്ടാണ് ശബത്ത് നാൾ എന്താണെന്നോ അതിൻ്റെ അർത്ഥം എന്താണെന്നോ ഉദ്ദേശം എന്താണോ എന്ന് മനസ്സിലാക്കാതെ പള്ളിമണി അടിക്കുമ്പോൾ പള്ളിയിൽ പോകണം എന്ന് മാത്രമുള്ള അറിവിലേക്ക്, ധാരണയിലേക്ക് ക്രിസ്ത്യാനികൾ ആഗോളതലത്തിൽ തരംതാണ് പോയത് എന്ന് നാം മനസ്സിലാക്കുക. ഇനിയും അവസാനമായി ശബത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതിൻ്റെ ഉദ്ദേശവും ഈ കൽപ്പനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നിടത്ത് തന്നെ ഉണ്ട്. 6 ദിവസം നന്നായി അധ്വാനിച്ചതിൻ്റെ വേലയൊക്കെയും തികയ്ക്കുക. അപ്പം ഈ വേല എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ വളരെയധികം അർത്ഥവ്യാപ്തിയുള്ളൊരാശയമാണ്. എന്തെങ്കിലും ചെയ്യുന്നത് വേലയാകില്ല, വർക്ക് ആകയില്ല. വേലയെന്ന് പറഞ്ഞാൽ അതിൽ കൂടെ മനുഷ്യത്വത്തിൻ്റെ ആധികാരികത പ്രകടിപ്പിക്കപ്പെടണം. Only that constitutes work which becomes a medium for expressing the truth, the substance of humanity in all its truthfulness and beauty. യേശു വേല ചെയ്തു, ജോലി ചെയ്തു, ഓടി നടന്ന് നന്മ ചെയ്തു. യേശു ചെയ്ത ഓരോ പ്രവൃത്തിയിൽ കൂടെയും അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ മനോഹാരിത എപ്പോഴും പ്രകടിപ്പിക്കപ്പെട്ടു വന്നു. അതിൻ്റെ പേരാണ് വേല എന്നുള്ളത്. അർത്ഥം ഇല്ലാതെ യാന്ത്രികമായി 50 വർഷം മടച്ചാലും അതിന് ഒരു നിമിഷം ജോലി ചെയ്തതിൻ്റെ വിലയില്ല എന്നത് നാം തിരിച്ചറിയണം. വേദപുസ്തകത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ച് നൽകപ്പെട്ടിട്ടുള്ള ആശയമാണ് അധ്വാനം എന്നുള്ളത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലെ 15-ാം വാക്യത്തിൽ യഹോവ ആദാമിനെ തോട്ടത്തിൽ കൊണ്ടുവന്നിട്ട് അവിടെ വേല ചെയ്യുവാനും തോട്ടത്തെ കാപ്പാനുമായി അവനെ ആക്കി വെച്ചു എന്ന് നാം വായിക്കുന്നു. എന്താണ് ആ വേല? അങ്ങനെ വേല ചെയ്യുന്നതിൽ കൂടെ ആദാമിൻ്റെ വ്യക്തിത്വം വളരുകയും അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ മാധുര്യം, മാഹാത്മ്യം, വെളിച്ചം കൂടുതൽ കൂടുതൽ വെളിപ്പെട്ടു വരത്തക്കവണ്ണം അത് ഇടയാക്കുകയും ചെയ്യുന്നു. അതിൻ്റെ പേരാണ് അധ്വാനം എന്നുള്ളത്, അല്ലെങ്കിൽ വേല എന്നുള്ളത്. ആ ഒരു കാഴ്ചപ്പാട് മനുഷ്യരിൽ നിലനിൽക്കണമെങ്കിൽ അധ്വാനിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, അധ്വാനത്തിൻ്റെ അർത്ഥം എന്താ അന്വേഷിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി ഒരു ദിവസം മാറ്റി വെച്ചതാണ് 7-ാമത്തെ ദിവസം. അല്ലാതെ അധ്വാനിച്ചില്ല എന്നത് 7-ാം ദിവസത്തിൻ്റെ പ്രത്യേകതയല്ല. നിങ്ങൾ അന്ന് ജോലി ചെയ്യരുത് എന്നുള്ളതല്ല അതിനകത്തെ അർത്ഥം. നിങ്ങൾ ജോലി ചെയ്യാൻ എന്ത് ചെയ്യണം? ജോലി ചെയ്യുന്ന പ്രവൃത്തിയുടെ അർത്ഥം അത് നേർവഴിക്കാണോ? അതിൽ ദൈവികമായ ദൂതുണ്ടോ? ദർശനമുണ്ടോ? വെളിച്ചമുണ്ടോ? മധുരമുണ്ടോ? മണമുണ്ടോ? നിന്റെ മനുഷ്യത്വത്തിൻ്റെ ഗന്ധം അതിലുണ്ടോ? അർത്ഥം അതിലുണ്ടോ?
എന്ന് തിട്ടപ്പെടുത്തുവാനുള്ള ഒരു സാവകാശമാണ് ഈ ശബത്ത് നാളെന്ന് ക്രിസ്ത്യാനി തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. ആ ഒരു അറിവുണ്ടായാൽ തന്നെ അതൊരു വലിയ വിടുതലിൻ്റെ മർമ്മമായി നമ്മൾ പരിവർത്തിക്കുമെന്നത് ഞാൻ സത്യമായി നിങ്ങളോട് പറയും. ഇത് അറിയാത്തിടത്തോളം കാലം ഏതോ സമ്പ്രദായത്തിൻ്റെ അടിമകളായി, ഒരിക്കലും സത്യം തിരിച്ചറിയാൻ കഴിയാത്തവരായി, അന്ധരെ പോലെ നാം നമ്മുടെ നാളുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് വളരെ നിരാശാജനകമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൽപ്പനകൾ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ശബത്ത് നാൾ ശുദ്ധീകരിക്കുക എന്നതാണ്, ആചരിക്കുക എന്നുള്ളതല്ല. ശബത്ത് നാൾ ആചരിക്കുന്നതിന് പൂജ്യം വിലയാണ്. ശബത്തിനെ എന്നാൽ ശുദ്ധീകരിക്കുന്നത് ഞായറാഴ്ചയല്ല, ആഴ്ചവട്ടത്തിൽ മുഴുവനുമാണ് എന്നാണ് ആ കൽപ്പന ശ്രദ്ധ വെച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. അതെല്ലാം സമാഹരിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, ശബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ ശബത്തിന് വേണ്ടിയല്ല. നമ്മുടെ ഇപ്പോഴത്തെ ക്രമീകരണത്തിൽ ക്രിസ്ത്യാനി ശബത്തിന് വേണ്ടിയാണ്. ശബത്ത് ക്രിസ്ത്യാനിക്ക് വേണ്ടിയുള്ളതല്ല, ക്രിസ്ത്യാനി ശബത്തിന് വേണ്ടിയുള്ളതാണ്. ആ അവസ്ഥയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്കിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.